പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിൻ്റെ 13-ാം ദിവസമാണിന്ന്. ഫെബ്രുവരി 28 ശനിയാഴ്ച. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോ ഒരു കടൽ തീരത്ത് വഞ്ചിയിലിരുന്ന് പ്രസംഗിക്കുന്നു. പിന്നീട് കടലിലേക്ക് വലയിറക്കാൻ പറഞ്ഞ് ശിഷ്യന്മാർക്ക് ഈശോയുടെ വാക്കനുസരിച്ചപ്പോൾ വലിയ അത്ഭുതകരമായ വലിയ അളവിലുള്ള ഒരു മീൻ അവരുടെ വലയിൽ കുടുങ്ങുന്നതും അവരതിനെ സന്തോഷപൂർവ്വം വലിച്ചു കയറ്റുന്നതും ഇത് കണ്ട ശിമയോൻ പത്രോസ് ഈശോയിലേക്ക് ഓടിയെത്തുന്നതുമാണ് നമ്മൾ ഈ സുവിശേഷ ഭാഗത്ത് കാണുന്നത്. ഈശോയുടെ വാക്കനുസരിച്ച് വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിറക്കിയ ശിഷ്യർക്ക് വല കീറിപ്പോകുമാറ് മീനുകൾ കിട്ടി എന്നാണ് തിരുവചനം പറയുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈ സന്ദർഭത്തിൽ, ഈ സംഭവത്തിൽ, ഈ വലിയ മീൻപിടുത്തവും അതിൻ്റെ അളവുമൊക്കെ കണ്ട പത്രോസ്, ശിമയോൻ പത്രോസ്, അതിൽ മതിമറന്നില്ല, സ്വയം മറന്നില്ല. ഈ അപ്രതീക്ഷിത നേട്ടം, തൻ്റെ അടുത്ത് നിന്ന് ഈശോയിലേക്ക് നോക്കാൻ, തൻ്റെ ഉള്ളിൽ പാപബോധം ഉണ്ടാക്കാൻ കാരണമായി എന്നാണ് പത്രോസിൻ്റെ തുടർന്നുള്ള പ്രതികരണം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ശിമയോൻ പത്രോസ് പറയുന്നുണ്ട്, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ കടലിൻ്റെ രീതിയും ഭാവവും സ്ഥലങ്ങളും ഒക്കെ നന്നായി അറിയാവുന്ന ഞങ്ങൾ നന്നായി അധ്വാനിച്ചാണ്, പക്ഷേ കിട്ടിയില്ല. പക്ഷേ ഈശോ ഒരു വാക്ക് പറഞ്ഞപ്പോൾ അതിനെ അനുസരിച്ചപ്പോൾ അവർക്ക് അത്ഭുതകരമായ മീൻ കിട്ടി. അത് ഒരു സാധാരണ റീസണിങ്ങിനും ലോജിക്കിനും ഒക്കെ അപ്പുറത്തുള്ള ദൈവിക ഇടപെടൽ എന്ന രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. നമുക്കും പലപ്പോഴും ചിലപ്പോൾ അത്ര യുക്തിപരമല്ല, ലോജിക്കലല്ല എന്ന് ചിന്തിക്കുമ്പോഴും ദൈവികമായ ഒരു കാര്യത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവം പറയുന്നത് പോലെ, കാണിച്ചു തരുന്നത് പോലെ ചെയ്യുമ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങളും അത്ഭുതങ്ങളാണ്. അതിന് ആ അത്ഭുതങ്ങൾക്കും ഒരുപക്ഷെ ലോജിക്കില്ല. അതുവരെ അവിടെ ഇല്ലാതിരുന്ന ആ മീനുകളെല്ലാം എങ്ങനെ അവിടേക്ക് വന്നു കയറി എന്ന് ഒരുപക്ഷെ അത് ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഈ നോമ്പ് കാലത്ത് വേണ്ടതും പത്രോസിൻ്റെ ഈ മനസ്ഥിതിയും ഇതേ രീതിയിലുള്ള പ്രതികരണവുമാണ്. നമുക്ക് ഭൗതിക നേട്ടങ്ങൾ അല്ലെങ്കിൽ നല്ല ഭൗതിക ജീവിത സാഹചര്യങ്ങൾ നൽകി ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ദൈവം നമുക്ക് ജീവിതത്തിൽ തന്നിട്ടും ഉണ്ടാവാം. ആ നല്ല നേട്ടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ സ്വയം മറക്കുകയോ മതിമറക്കുകയോ ചുറ്റുമുള്ളവരെ മറക്കുകയോ അല്ല ചെയ്യേണ്ടത്. മറിച്ച് പത്രോസിൻ്റെ പ്രവർത്തനം പോലെ ദൈവത്തിലേക്ക് തിരിയാനും അതിന് ദൈവം തന്നതാണെന്നുള്ള ഓർമ്മയുണ്ടാകാനും നമുക്കും സാധിക്കണം. ഈ പത്രോസിൻ്റെ നേട്ടം, പത്രോസിൻ്റെ പ്രതികരണം ഈ അത്ഭുതകരമായ മീൻപിടുത്തം കണ്ടപ്പോൾ നമ്മൾ ചില പ്രധാന കാര്യങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്. ഒന്നാമത്തേത്, പത്രോസിൻ്റെ തിരിച്ചുവരവും ഈശോയുടെ അടുത്തുള്ള കർത്താവേ ഞാൻ പാപിയാണ് എന്നുള്ള പറച്ചിലുമൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, അദ്ദേഹം പറയുന്നു, ഈ നേട്ടങ്ങൾ എൻ്റെ കഴിവല്ല, മറിച്ച് ദൈവം തന്നതാണ്. അതിൻ്റെ രണ്ടാമത്തെ അർത്ഥം, ദൈവം പറയുന്നത് ചെയ്താൽ എനിക്കും നേട്ടമുണ്ടാകും എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇതിൻ്റെ മൂന്നാമത്തെ അർത്ഥം, ദൈവം കൂടെ ഉണ്ടെങ്കിൽ അസാധ്യമെന്ന് അല്ലെങ്കിൽ നടക്കില്ല എന്ന് കരുതുന്ന ഏത് കാര്യത്തിനും പരിഹാരം ഉണ്ടാകും, അതിന് കാര്യസാധ്യം ഉണ്ടാകും. അതിൻ്റെ നാലാമത്തെ അർത്ഥം, എൻ്റെ സമൃദ്ധിയിൽ മറ്റുള്ളവരെയും ഞാൻ പങ്കുകൊള്ളിക്കണം. പത്രോസിന് വലിയ മീൻപിടുത്തം കിട്ടിയപ്പോൾ അത് തനിയെ തൻ്റെ പരിധിക്കപ്പുറത്താണ് മീനിൻ്റെ ആധിക്യം എന്ന് മനസ്സിലായപ്പോൾ കൂടെയുള്ളവരെയും കൂടെ അതിലേക്ക് വിളിച്ച് ചേർക്കാനും സഹകരിപ്പിക്കാനും കാണിച്ച മനസ്സ്. അതിൻ്റെ അഞ്ചാമത്തെ അർത്ഥം, എൻ്റെ അനുഗ്രഹങ്ങൾ, എൻ്റെ അയോഗ്യത എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. പത്രോസിന് ഈ വലിയ മീൻപിടുത്തം കിട്ടിയപ്പോൾ പത്രോസ് ഉടനെ ചിന്തിച്ചത്, താനൊരു പാപിയാണല്ലോ, തനിക്കിതിൻ്റെ അകത്ത് അഹങ്കരിക്കാൻ ഒന്നുമില്ലല്ലോ, ഞാൻ പാപിയാണെന്ന് അദ്ദേഹം ഏറ്റുപറയുന്നുമുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ എൻ്റെ മിടുക്കല്ല, എൻ്റെ അയോഗ്യതയാണ്, എനിക്ക് അർഹിക്കുന്നതിലും കൂടുതൽ കിട്ടുന്നല്ലോ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇതിൻ്റെ ആറാമത്തെ അർത്ഥം, അനുഗ്രഹങ്ങൾ എന്നെ ദൈവത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കണം എന്നുള്ളതാണ്. പത്രോസ് ചെയ്ത് കാണിച്ചു തരുന്ന മാർഗം അത് തന്നെയാണ്. ആ മീൻ നിറഞ്ഞ വലയുമായി അല്ലെങ്കിൽ അതിലേക്ക് മാത്രം കണ്ണുടക്കി നിന്ന് പോകാതെ അത് ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ ബാക്കി ജോലി കൊടുത്തിട്ട് പത്രോസ് ഈശോയുടെ അടുത്തേക്ക് വരുന്നു. അതിൻ്റെ ഏഴാമത്തെ അർത്ഥം, എൻ്റെ ഭൗതിക അനുഗ്രഹങ്ങൾ എന്നെ ദൈവത്തിനു വേണ്ടി ജോലി ചെയ്യാൻ സഹായിക്കണം. തൻ്റെ അടുത്തേക്ക് വന്ന പത്രോസിനോട് ഈശോ പറയുന്നത്, ഞാൻ ഇന്നു മുതൽ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാകും. എൻ്റെ ഭൗതിക നേട്ടങ്ങൾ, എൻ്റെ
സന്തോഷത്തിനോ എൻ്റെ ആഹ്ലാദത്തിനോ എനിക്ക് അതിൽ സുഖിക്കാനോ ആഹ്ലാദിക്കാനോ വേണ്ടി മാത്രമല്ല, അതെങ്ങനെ ദൈവിക നന്മയ്ക്ക് ദൈവത്തെക്കുറിച്ച് ഈ ലോകത്തിൽ പറയാൻ ഉപകരണമാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് കിട്ടുന്ന ഭൗതിക നന്മകളെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് ചിന്തിക്കേണ്ടത്. പത്രോസിൻ്റെ ഈ നല്ല മാതൃക നമ്മളെ ഒത്തിരിയേറെ ആത്മീയ അർത്ഥങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ നോമ്പ് കാലത്ത് നമുക്കിതിൽ ഏറ്റവും ഉചിതമായ കാര്യങ്ങൾ സ്വീകരിക്കാനും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനും പരിശ്രമിക്കാം.